ആഗോള പ്രവാസികളുടെ ഉത്സവം എന്നാണ് ഒരിക്കൽ പിണറായി സർക്കാർ ലോക കേരള സഭയെക്കുറിച്ച് വിളംബരം ചെയ്തത്. അങ്ങനെ വിളംബരം ചെയ്ത ലോക കേരള സഭയുടെ 4ാമത് സമ്മേളനം ജൂൺ 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ തലസ്ഥാനത്ത് നടക്കുകയാണ്. എല്ലാ കാലത്തെയും പോലെ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഇത് നടക്കുന്നത്. പ്രവാസി ക്ഷേമം ലാക്കാക്കി നടത്തുന്ന ലോക കേരള സഭയുടെ കഴിഞ്ഞ 3 സമ്മേളനങ്ങൾ കൊണ്ട് പ്രവാസികൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരത്തിന് ഇരുട്ടിൽ തപ്പുകയാണ് സംഘാടകർ. രാഷ്ട്രീയവത്കരണം കാരണം ലോക കേരള സഭയുടെ സാങ്കത്യം നഷ്ടമായെന്നും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങൾ പോലും അജ്ഞാതമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഇപ്പോഴും അവരത് ആരോപിക്കുന്നുണ്ട്. എന്നാൽ പ്രവാസികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. സാധാരണക്കാരനായ ഒരു പ്രവാസിക്ക് എന്ത് ഗുണമാണെന്നും പറയുന്നില്ല. എന്ത് നേട്ടമാണ് ഇതുവരെ ഈ 3 സമ്മേളനങ്ങൾ നടത്തിയതുകൊണ്ട് സാധാരണ ഒരു പ്രവാസിക്ക് കിട്ടിയ ഗുണം? കോടികൾ ചെലവഴിച്ചു. 351 അംഗങ്ങളാണ് ഇത്തവണത്തെ സമ്മേളനത്തിലും പങ്കെടുക്കുന്നത്. ചെലവിന് 3 കോടി രൂപ ഇതുവരെ അനുവദിച്ചിട്ടുണ്ട്. സാംസ്കാരിക പരിപാടിക്ക് 25 ലക്ഷം, പ്രസാധനത്തിനും അച്ചടിക്കുമായി 15 ലക്ഷം, പരസ്യത്തിന് 10 ലക്ഷം, പ്രവാസി വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടിക്ക് 20 ലക്ഷം, സാംസ്കാരിക ടൂറിസം പരിപാടികളുടെ ഫോട്ടോയും വീഡിയോകളും ലോകത്തുടനീളം പ്രദർശിപ്പിക്കാൻ 30 ലക്ഷം, ഭക്ഷണത്തിന് 10 ലക്ഷം, താമസത്തിന് 25 ലക്ഷം, വേദിയും വഴികളും അലങ്കരിക്കാൻ 35 ലക്ഷം, വിമാന ടിക്കറ്റിന് 5 ലക്ഷം, മറ്റാവശ്യങ്ങൾക്ക് 20 ലക്ഷം എന്നിങ്ങനെ പോകുന്ന ചിലവുകൾ. ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് മാത്രം 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 19 ലക്ഷം ഓഫീസ് ചെലവുകൾക്കാണ്. സഭയിലെ ശുപാർശകൾ നടപ്പാക്കാൻ 50 ലക്ഷമാണ് നീക്കിവെച്ചിട്ടുള്ളത്. ചെലവ് ഇതിലും കൂടിയാൽ ധനവകുപ്പ് കൂടുതൽ പണം അനുവദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തലസ്ഥാനത്തെ സമ്മേളനം കഴിഞ്ഞാൽ വിദേശത്ത് 2 മേഖലാ സമ്മേളനങ്ങളുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ നടത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഖജനാവിന് വൻ ബാധ്യതയുണ്ടാക്കുന്നതായി ലോക കേരള സഭ മാറിയിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ലോക കേരള സഭയെക്കുറിച്ച് അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നടപ്പിലാക്കിയിട്ടില്ല. ലോക കേരള സഭയ്ക്ക് ബദലായി പ്രവാസി സംഗമം നടത്തുമെന്ന് കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടനയായ OICCയും ഇൻഗാസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ പ്രതിപക്ഷം ലോക കേരള സഭയുമായി സഹകരിക്കുന്നില്ല. പ്രവാസി നിക്ഷേപം ആകർഷിക്കുന്നതിനൊപ്പം അവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുമെന്നും പുതിയ സംരംഭങ്ങൾക്ക് പണവും ഇളവും ഉറപ്പാക്കുമെന്നായിരുന്നു മുൻപ് നടത്തിയ സഭകളിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. പ്രവാസി പണം ചിന്നിച്ചിതറി പോവാതെ നാടിന് വികസനം ഒരുക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദമെങ്കിലും ഈ നിലയ്ക്കുള്ള നടപടികൾ തുച്ഛമാണ്. സംസ്ഥാനത്താകെ പ്രവർത്തന പരിധിയുള്ള പ്രവാസി സഹകരണ സംഘങ്ങൾ, പ്രവാസി നിക്ഷേപ കമ്പനി, പ്രവാസി നിർമ്മാണ കമ്പനി, പ്രവാസി വനിതാ സെൽ, നൈപുണ്യ വികസന പദ്ധതികൾ, വിദേശ ഭാഷ പഠിപ്പിക്കൽ എന്നിവയെല്ലാം സഭയുടെ നേട്ടങ്ങളായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്നാൽ എത്രത്തോളം പ്രവാസികൾക്ക്, സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇവയുടെ ഗുണഫലങ്ങൾ ലഭിച്ചു എന്നതാണ് ചോദ്യം. മേഖലാ സമ്മേളനങ്ങളുടെ കണക്കുകളൊന്നും ഓഡിറ്റ് ചെയ്യുന്നില്ലെന്ന് സർക്കാർ തന്നെ സമ്മതിച്ചിരുന്നു. ചിലവ് സംഘാടക സമിതിയാണ് വഹിക്കുന്നതെന്നാണ് കാരണമായി പറഞ്ഞിരുന്നത്. കേരളത്തിൻ്റെ വികസനത്തിന് പ്രവാസി നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമമാണ് കാര്യമായി വിജയിക്കാത്തത്. വിശ്വാസമർപ്പിക്കാവുന്ന നിക്ഷേപങ്ങൾക്ക് പറ്റിയ സ്ഥലമായി കേരളം മാറിയെന്ന് സർക്കാർ പറയുമ്പോഴും, സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്രീകരിക്കുന്നുവെന്ന് പറയുമ്പോഴും, വർദ്ധിച്ച പ്രതിഫലം ഉറപ്പാക്കുന്ന തരത്തിൽ പ്രവാസികൾക്ക് നിക്ഷേപം നടത്താമെന്ന് പറയുമ്പോഴും, തങ്ങളുടെ നിക്ഷേപം പ്രവാസികൾക്ക് നാടിൻ്റെ മൂലധന നിക്ഷേപമാക്കി മാറ്റാം സർക്കാരിൻ്റെ ഈ വാഗ്ദാനങ്ങളെല്ലാം പ്രവാസികൾ വിശ്വസിച്ച മട്ടില്ല. പ്രവാസി ക്ഷേമത്തിനായി ഭാവനാപൂർണമായ പദ്ധതികൾ ഒരുക്കും. മടങ്ങിയെത്തുന്നവരുടെ പുനരധിവാസത്തിന് വിപുലമായ പദ്ധതികൾ ഒരുക്കും. കേന്ദ്ര സംസ്ഥാന ഓഹരിയോടെ കൺസോർഷ്യം രൂപീകരിക്കും. കേന്ദ്രത്തെ കൊണ്ട് ദേശീയ കുടിയേറ്റ നയം രൂപീകരിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എമിഗ്രേഷൻ പരിശോധന ആവശ്യമുള്ളവരെന്നും ഇല്ലാത്തവരെന്നും തരംതിരിക്കുന്നത് അവസാനിപ്പിക്കും. കേന്ദ്രത്തിൻ്റെ പുതിയ എമിഗ്രേഷൻ ബില്ലിൽ ഇടനിലക്കാരെ നിയന്ത്രിക്കലിനും കുടിയേറ്റത്തിലെ വേർതിരിവിനും വ്യവസ്ഥ ഉണ്ടാക്കിക്കും. ഇങ്ങനെ എണ്ണമറ്റ പ്രഖ്യാപനങ്ങളായിരുന്നു ലോക കേരള സഭയിലുണ്ടായിരുന്നത്. ഇതെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങിയില്ലേ? പ്രവാസികൾക്ക് പ്രോത്സാഹനവും ആദരവും നൽകിക്കൊണ്ട് കേരളത്തിൽ അവരുടെ നിക്ഷേപ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുക വഴിയും അതുവഴി കേരളത്തെ കൂടുതൽ വികസന പാതയിൽ എത്തിക്കുകയും ചെയ്യുക എന്ന നല്ല ഉദ്ദേശശുദ്ധിയാണ് ലോക കേരള സഭ മുന്നോട്ട് വച്ചത്. അതൊക്കെ കൊള്ളാം, നല്ല കാര്യങ്ങളാണ്.
പക്ഷേ ഒന്നും രണ്ടും ലോക കേരള സഭയ്ക്ക് ശേഷമാണ് കണ്ണൂർ തളിപ്പറമ്പിലെ സാജൻ എന്ന പ്രവാസി വ്യവസായിയുടെ ആത്മഹത്യ. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ആ സമയത്താണ്. ലോക കേരള സഭയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതും നടന്നിട്ടില്ല. ലോക കേരള സഭ അംഗങ്ങളുടെ അഭിപ്രായത്തോടെ ബില്ല് നിയമസഭയിലേക്ക് പോകുമെന്നും നിയമം വരുന്നതോടെ ലോക കേരള സഭയ്ക്ക് നിയമപരമായ ഉറപ്പും ഊർജവും ലഭിക്കുമെന്നുമുള്ള പ്രഖ്യാപനമൊക്കെ വെറും വാക്കായില്ലേ? ലോക കേരള സഭ സ്ഥിരം സംവിധാനമാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലിൻ്റെ കരട് സഭയുടെ വേദിയിൽ ചർച്ചയ്ക്കെടുത്തത് വൻ വിവാദമായിരുന്നു. ലോക കേരള സഭയുടെ തീരുമാനങ്ങളിലോ നടപടികളിലോ സിവിൽ കോടതികൾക്ക് ഇടപെടാനാവില്ലെന്ന കരട് ബില്ലിൽ വ്യവസ്ഥ കൊണ്ടുവന്നതും വിവാദമായിരുന്നില്ലേ? ലോക കേരള സഭയിൽ പങ്കെടുത്തവരുടെ പശ്ചാത്തലം പോലും ആർക്കും അറിയില്ലെന്നും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നും വ്യക്തമല്ലെന്നുമാണ് ഉയർന്നു വരുന്ന മറ്റൊരു ആക്ഷേപം. ഈ ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും വീണ്ടും ലോക കേരള സഭ ചേരുന്നത്. ലോക കേരള സഭ ചേരണ്ടെന്നല്ല ഈ പറയുന്നത്. പക്ഷേ അതിനകത്തെടുക്കുന്ന തീരുമാനങ്ങൾ, അതിനകത്ത് വരുന്ന അഭിപ്രായങ്ങൾ, ഇതൊക്കെ ക്രോഡീകരിച്ച് നടപ്പിലാക്കാൻ ഒരു സംവിധാനം ഉണ്ടാവുന്നില്ല. അതും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെത്രയോ മഹത്തരമായതാണ്. പ്രതിപക്ഷങ്ങളുടെ വായടപ്പിക്കാൻ പറ്റില്ലായിരുന്നു. പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അവർ പറയുന്നത് ശരിയല്ലേ?